ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേക ഒരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. Let f of x be a polynomial with a real coefficients of degree 2. Suppose that for some pairwise distinct non-zero real numbers a, b, c we have f of a is equal to bc, f of b is equal to ca, f of c is equal to ab. Determine f of a plus b plus c in terms of abc. ഇപ്പോൾ പല ആളുകളും പെട്ടെന്ന് വിചാരിക്കുക ഒരു ക്വാഡ്രാറ്റിക് കൺസിഡർ ചെയ്യുക, പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അൺനോൺസ് ഇവാലുവേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. പക്ഷെ എന്താണ് ലെങ്തി ആയിരിക്കും. പകരം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് എ ഇസ് ഗിവൺ ടു ബി ബി സി. എഫ് ഓഫ് എ ഇസ് ഗിവൺ ടു ബി ബി സി. അതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് ബി ഈസ് സി എ. എഫ് ഓഫ് ബി ഈസ് സി എ. അതുപോലെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് സി ഇസ് എ ബി. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്നൊരു മാനിപ്പുലേഷൻ ചെയ്യാൻ പോകണം. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ സാധനവും ബി എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ സാധനവും സി എഫ് ഓഫ് സി എന്ന് പറഞ്ഞ സാധനവും എ ബി സി അല്ലേ? ഇതാണ് ഇതിലെ ക്രൂഷ്യൽ ഒബ്സർവേഷൻ. എ എഫ് ഓഫ് എ, ബി എഫ് ഓഫ് ബി, സി എഫ് ഓഫ് സി എന്ന് പറയുന്നത് എ ബി സി ആണ്. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഞാൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യാൻ പോകും. മൈനസ് എ ബി സി, സോറി, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എ ബി സി എന്ന് പറഞ്ഞിട്ടൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്യാൻ പോകും. ജി ഓഫ് എക്സ്. ശ്രദ്ധിക്കണം, എന്തിനാണ് ഇപ്പോൾ ചെയ്തതെന്ന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എ ബി സി. ഇതാണ് ഇതിലെ രണ്ടാമത്തെ ഐഡിയ. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എ ബി സി എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് എഫ് ഓഫ് എക്സ് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് എക്സ് എഫ് ഓഫ് എക്സ് ക്യൂബിക് ആയിരിക്കും. അതിന് എ ബി സി സബ്ട്രാക്ട് ചെയ്താലും ക്യൂബിക് തന്നെയായിരിക്കും. അപ്പോൾ ദിസ് ഇസ് എ ക്യൂബിക് പോളിനോമിയൽ. മോർ ഓവർ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ. ജി ഓഫ് എ എന്ന് പറഞ്ഞ സാധനം എ എഫ് ഓഫ് എ മൈനസ് എ ബി സി, അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ജി ഓഫ് ബി എന്ന് പറഞ്ഞ സാധനം എ എഫ് ഓഫ് ബി മൈനസ് എ ബി സി, അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ജി ഓഫ് സി എന്ന് പറഞ്ഞ സാധനം എ എഫ് ഓഫ് സി മൈനസ് എ ബി സി, അതിന്റെ വാല്യൂ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എ ബി സി ആണ് എന്ത് ഈ ക്യൂബിക്കിന്റെ 3 സീറോസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ജി ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സം കെ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് എഴുതാൻ പറ്റും. ഇതാണ് അതിലെ ട്രിക്ക്. അപ്പോൾ ജി ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് കെ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി നമ്മൾ എഴുതി. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ആൻഡ് ബൈ ദ വേ നമുക്ക് കെ കണ്ടുപിടിക്കാനായിട്ട് അതിന് മുമ്പ് നമുക്ക് എന്താ വെച്ചാൽ 2ഉം 3ഉം കൂടി കമ്പയർ ചെയ്യാം. 2ഉം 3ഉം കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുക എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എ ബി സി ഇസ് ഈക്വൽ ടു അതിനെന്ത് കിട്ടും? കെ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് കിട്ടും. ഇത് വേഗം വേഗം ചെയ്യാവുന്നൊരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ ഒരു ടേം 0 എഫ് ഓഫ് 0 ആയി. മൈനസ് എ ബി സി ഇസ് ഈക്വൽ ടു മൈനസ് കെ എ ബി സി എന്ന് കിട്ടും. സോ അതിൽ കെ വാല്യൂ എന്താണെന്ന് കിട്ടും? കെ വാല്യൂ ഇസ് 1. ഓക്കെ, കെ വാല്യൂ നമുക്ക് അതിൽ നിന്ന് 1 ആണെന്ന് കിട്ടി. കെ വാല്യൂ 1 ആണെങ്കിൽ നമ്മളെ നോക്കിക്കേ, നമ്മളുടെ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി പിന്നെ പ്ലസ് എ ബി സി ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈനലി എഫ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന സാധനം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് എക്സ് ക്യൂബ് മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ടൈംസ് എക്സ് സ്ക്വയർ പിന്നെ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ടൈംസ് എക്സ് മൈനസ് എ ബി സി പ്ലസ് എ ബി സി എന്ന് കിട്ടും. ഓക്കെ, അപ്പം നേരെ ആ ക്യൂബിക്ക് ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. നേരെ ക്യൂബിക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എ ബി സി ക്യാൻസൽ ആയപ്പോൾ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കംസ് ഔട്ട് ടു ബി എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ടൈംസ് എക്സ് പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്ന് കിട്ടും. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കുമ്പോൾ ആദ്യത്തെ 2 ടേം എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ പോയി ബാക്കി വരിക എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒളിമ്പ്യാഡ് ട്രിക്കാണ്. നമ്മൾ എന്താ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് ചെയ്തു, പുതിയൊരു പോളിനോമിയൽ ജനറേറ്റ് ചെയ്തു. ആ പോളിനോമിയൽ 0s അറിയാവുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യാം? ഫാക്ടർഡ് ഫോമിലേക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും?
ആ പോളിനോമിയൽ ഏതാണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്?